ഓ നല്ല ആവി പറക്കണം. നല്ല ആവി. നല്ല ഇത് റോസ്റ്റിന്റെ സ്മെല്ലുണ്ട്. ഇത് ബീഫ് റോസ്റ്റിന്റെ. അത് ബീഫ് പാകം നെയ്യൊക്കെ ആയതുകൊണ്ട് ഇതിന് പറഞ്ഞ് പാകം നെയ്യാ മേടിച്ചത്. അധികം നെയ്യ് വേണ്ടാന്ന് അപ്പൊ പറഞ്ഞു. അപ്പൊ കറക്റ്റ് ഇതായിരുന്നു. സ്ഥിരം എടുക്കണമെന്ന് അവർക്ക് അറിയാതെ. ഇത് നെയ്യൊന്നും വേണ്ടല്ലോ. വേണ്ട. എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ. വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കമന്റുകളൊക്കെ നോക്കുമ്പോൾ പരമാവധി കമന്റിനൊക്കെ മറുപടി തരാറുണ്ട്. ഇപ്പൊ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഇപ്പൊ ഇന്ന് ഞങ്ങള് തയ്യാറാക്കണത് കേവലം രുചികരമായ ഒരു ഐറ്റാണ്. എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ബീഫ് കൊണ്ടുള്ള ഒരു ബിരിയാണി ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പം അതിന് ഈ ബീഫ് നമ്മൾ പലതരത്തില് ബീഫ് ഫ്രൈ ഉണ്ടാക്കും, ബീഫ് റോസ്റ്റ് ഉണ്ടാക്കും, ബീഫ് പെരളൻ ഉണ്ടാക്കും, അങ്ങനെ പലതും ഒക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കും. അങ്ങനെ പല കറികളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടി പിള്ളേരും ഒക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇറച്ചി അവരറിയാതെ ഉള്ളിൽ പോവുകയും ചെയ്തോളും. അപ്പം ഒരു ഐറ്റം അങ്ങനെ ഇന്ന് നമുക്ക് ബിരിയാണി റൈസൊക്കെ എപ്പോഴും വീട്ടിൽ മിക്കവാറും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് വെച്ച് നമുക്കൊന്ന് തട്ടിക്കൂട്ടി കളയാം. അപ്പം അത് ഞങ്ങളുടെ മെത്തേഡിലുള്ള ബീഫ് ബിരിയാണിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിന് ഇന്ന് ഞങ്ങൾ കിച്ചണിലേക്ക് പോണില്ല. കാരണം കിച്ചണിൽ നിന്ന് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ പറയണത്. അപ്പം നമുക്കതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കളയാം. അതിനായിട്ട് ഞാൻ ഒരു 5 മീഡിയം സൈസ് സവോള തൊണ്ട് കളഞ്ഞിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. അത് ആദ്യം നമുക്ക് തവയിലിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് കാണിക്കാം കേട്ടോ. എന്നാ വഴറ്റാൻ നോക്കാം നമുക്ക്. ചട്ടി ചൂടായി. സവോള വഴറ്റാനായിട്ട് സ്വല്പം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിൽ നമ്മൾ വഴറ്റണം. അത് മതിയാവും. പിന്നെ എണ്ണ ചൂടായത് സവോള എണ്ണയിലേക്ക് ഇടുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒന്ന് ഇളക്കിയിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ അറിയാലോ. ഇത് സവോള വേഗം വഴങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് ചേർക്കാം. ഇതിനുള്ള ഉപ്പൊന്ന് ചേർക്കാം അല്ലേ. സവോളയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇരുന്നോട്ടെ. ഇത് മതിയാവും. ഇളക്കി ഇട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിടിച്ച് പോകാം. മൂത്ത് വരുമ്പോൾ കണ്ടിന്യൂസ് ഇളക്കണം. അതിന് മുമ്പ് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിട്ടാലും മതി. ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്നങ്ങ് മൂത്തോട്ടെ. എന്നാൽ പിന്നെ സവോള ഒന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മൾ ബിരിയാണിയുടെ അരി വേവിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിനായിട്ട് നമ്മളിതേ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുക്കണത്. 2 ഗ്ലാസ്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാണ് സാധാരണ നമ്മൾ എടുക്കണത്. പക്ഷെ ഇന്ന് ഞാനൊരു വ്യത്യസ്തത ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ അരിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഇന്ന് ഞാൻ ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അരി നമ്മൾ വേവിക്കാൻ ഇട്ടേച്ച് വെള്ളം സ്ട്രെയിനറിൽ ഊറ്റിയെടുക്കുക ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ളതിന് പകരം ഈ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഊറ്റിയെടുക്കുക കേട്ടോ അരി. അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് അപ്പൊ 2 ഗ്ലാസ് അരിയ എടുക്കണത് കേട്ടോ. അപ്പൊ നമ്മള് ഗ്യാസ് ഓൺ ചെയ്താലോ? ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തു. ഈ അരി വേവാൻ പാകത്തിനുള്ള ഒരു കണക്കിന് നമുക്ക് ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ പോരായി ഉണ്ടെങ്കിൽ ബിരിയാണിയുടെ മിക്സിങ്ങില് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇപ്പൊ എന്തായാലും വേണ്ടി വരുമല്ലോ. 2 ഗ്ലാസ് അരിയല്ലേ. ഇനി വെള്ളം തികന്നു വരുമ്പോഴാണ് അരി നമ്മൾ ഇതിലേക്ക് ചേർക്കണത്. എന്നിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വേവിച്ച് വെള്ളം ഊറ്റിയെടുക്കണം. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ വെള്ളം ആദ്യം തികക്കട്ടെ കേട്ടോ. അപ്പൊ ഇപ്പൊ ഉപ്പ് ചേർത്തതിന് നമ്മൾ ഇളക്കൊന്നും വേണ്ട. ഉപ്പ് പൊടിയല്ലേ, അതങ്ങ് ലയിച്ചോളും വെള്ളത്തിലേക്ക്. അപ്പൊ അരി എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചേക്കാം. ഈ ചെറിയ ജീരകശാല അരിയാട്ടോ നമ്മളെടുത്തേക്കണേ. വെജിറ്റബിൾ പുലാവിനൊക്കെ നമ്മളിങ്ങനത്തെ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ചെറിയ അരിയാണ് ഇത്. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ആയി വെള്ളത്തിൽ കിടക്കണം.
ഒരു 4-5 ട്രിപ്പ് അരി കഴുകിയേച്ച് നമ്മൾ വെള്ളത്തിലിട്ടേക്കുവാണ് ഒന്ന് കുതിരാനായിട്ട്. ഒരു 5 മിനിറ്റോടെ കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഊറ്റി മാറ്റാം. അന്നേരത്തേക്കും അടുപ്പത്തിരിക്കുന്ന വെള്ളം തികക്കുകയും ചെയ്യും. അപ്പൊ അരി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2 ഗ്ലാസ് അരി കേട്ടോ. ഇനി മാറ്റി വെച്ചേക്കട്ടെ. വെള്ളം തികന്നത് കണ്ടോ? വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിത് കഴുകി വെച്ചിരിക്കുന്ന ഈ അരി ഇതിലേക്ക് ചേർക്കാം. നമ്മളൊരു 15 മിനിറ്റ് കുതിർത്തിട്ടോ അരി കഴുകി വെച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിയത്. അതാദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഒന്ന് ഇളക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കുക ഒന്ന്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം. വെള്ളത്തിലേക്ക് അതെടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതൊക്കെ നമ്മുടെ ടേസ്റ്റ് എന്തോരം കൂടണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോ ഇത്രയും ഒന്നിച്ചങ്ങ് ചേർത്ത് വെച്ച് വെക്കാം. 4-5 ഏലക്കായുണ്ട്, 5-8 ഗ്രാമ്പു ഉണ്ട്, ഒരു പീസ് ചെറുതാക്കിയ പട്ട അതിലിട്ട്, അങ്ങനെ കറുവപ്പട്ട, പിന്നെ ഒരു 8-10 കുരുമുളകും ഉണ്ട്. അത് വെള്ളത്തിലേക്ക് ചേർക്കുവാട്ടോ, ചുമ്മാ ഡയറക്റ്റ് ഒന്ന്. പിന്നെ അതും കൂടാതെ നമുക്ക് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഈ അരിയൊക്കെ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം. അരിയൊക്കെ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കട്ടെ. ഡയറക്റ്റ് അങ്ങ് ചേർത്താൽ മതി. ഞാൻ ഒന്നോടെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തേച്ച് ഞാനിത് മൂടി വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു തിള വന്നു കഴിയുമ്പോൾ ഞാൻ അടപ്പ് മാറ്റും കേട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്, നമ്മൾ ഊറ്റിയെടുക്കുവാന്ന് പറഞ്ഞല്ലോ. അല്ല, വെള്ളം വറ്റിച്ചെടുക്കുവാണെങ്കിൽ ഇങ്ങനെ അടച്ച് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പൊ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ലീക്ക് വരും. അപ്പൊ ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ അടപ്പ് മാറ്റും. തൽക്കാലം ഇപ്പൊ അടച്ചു വെക്കുക കേട്ടോ. നമ്മുടെ അരിയുടെ വേവ് പാകമായി. ഞാൻ അപ്പുറത്തെ വർക്ക് ഏരിയ കൊണ്ടുപോയി സ്ട്രെയിനറിൽ ഊറ്റാൻ പോവാ. വെള്ളം ഉണ്ട് ഇതിൽ ഊറ്റാൻ. ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഊറ്റി എടുക്കണേന്ന്. കൊണ്ടുപോകും കേട്ടോ. ഊറ്റി ഇങ്ങനെ കൊണ്ടുവരാൻ എന്നിട്ട് വേവ് ശരിയാണോ എന്നറിയാൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് അടപ്പ് തുറന്നിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്നായിരിക്കും വേവ് വന്നത്. ഞാൻ ഊറ്റിക്കൊണ്ട് വരട്ടെ കേട്ടോ. അപ്പൊ തന്നെ ഊറ്റിക്കൊണ്ട് വരാം. അങ്ങനെ നമ്മളിത് റൈസൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചേക്കണതാ കേട്ടോ. അത് സ്വല്പം വെള്ളാംശം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പൊട്ടണം. ഇനിയിപ്പം നമുക്ക് അതിലേക്ക് ഒരു നിര റൈസ് ആദ്യം ഇടണം. മറ്റു ബിരിയാണി പോലെ തന്നെ ഒരു നിര റൈസ് അങ്ങ് കൊടുത്താലോ. റൈസ് വെള്ളം ഊറ്റി വെച്ചിരിക്കണതായിട്ട് ഇതിലേക്ക് ഇടുക. വേവൊക്കെ പാകാല്ലേ നോക്കിക്കേ. നല്ല കറക്റ്റ് വേവാണ്. അത് ഇടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എടുത്ത് വേവിന്റെ പാകം. അതാ ഒരു കുഴപ്പം. ഇനിയിപ്പൊ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കുറച്ച് നമ്മൾ എന്ത് ബിരിയാണി ഉണ്ടാക്കണേ? ബീഫ് ബിരിയാണി. അപ്പൊ നമ്മള് കുറച്ച് ബീഫ് മുകളിലേക്ക് വെക്കണം. ബീഫ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ബീഫ് റോസ്റ്റ് എങ്ങനെയാന്ന് പല ആവർത്തി നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എടുത്തോ. അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ താഴെ ബോക്സിൽ ഇട്ടേക്കാം, ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ബീഫ് ഒരു നേരം അങ്ങനെ നിരത്തുക കേട്ടോ. നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് നെയ്യുടെ ഇതൊക്കെ ഇറങ്ങിക്കോളും ബീഫിന്റെ. ഇനി നമുക്ക് ബീഫ് അത്രയും തൽക്കാലം ഇട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് റൈസും കൂടെ മീതെ ഇടാം. കണ്ടോ? നമ്മൾ റൈസിന് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുപോലെ ഒരു തരത്തിലുള്ള എസൻസ് നമ്മൾ യൂസ് ചെയ്യണില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള നമ്മള് സാധാരണ ഐറ്റം കൊണ്ട് മാത്രം. ഇനിയിപ്പം നമ്മൾ ഞാൻ ഒണിയൻ വഴറ്റി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിരുന്നതാണിത്. അത് ഈ ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കണം. അത് ഈ റൈസിന്റെ മീതെ ഒരു സ്വല്പം ഇട്ട് കൊടുക്കുക കേട്ടോ, പൊടിക്കാൻ. അത് എന്നാന്ന് വെച്ചാൽ എല്ലാം കൂടെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി അത് ഇട്ട് കൊടുക്കണത്, റൈസിലേക്ക് പിടിക്കണം. ഇനി നമുക്ക് എന്നാന്ന് വെച്ചാൽ അതിന്റെ മീതെ ഒരു അര റൈസ് കട്ടർ ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീഫ് കയറാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബീഫ് ഇടാം.
സാധാരണ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ അല്ലേ കോമൺ അല്ലേ? നമ്മളെ ബീഫ് വെച്ചൊരു വെറൈറ്റി ബിരിയാണി അല്ലേ? പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ബീഫിന്റെ ഇത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഇനി നമുക്ക് സ്വല്പം കാഷ്യൂമീര് ഇപ്പൊ ഇടാം, പിന്നെ ലാസ്റ്റ് ഡെക്കറേഷൻ ആയിട്ട് ഇടുള്ളൂ. കാഷ്യൂം ഡ്രൈ ഗ്രേപ്സും കൂടെ വഴറ്റി വെച്ചിരിക്കണതാണ്. ഇത് നെയ്യിലാണ് ഇതൊക്കെ വഴറ്റിയേക്കണത്. ഞാൻ നെയ്യിൽ വഴറ്റിയാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് ഞാൻ വഴറ്റുന്ന എടുക്കാറുണ്ട്, എപ്പോഴും ഓരോന്നിനും കാണിച്ചിട്ടുണ്ട് എങ്ങനെ വഴറ്റണെന്നുള്ളത്. ഒരു സ്വല്പം ഇപ്പൊ ഇട്ട് കൊടുക്കുള്ളൂ, പിന്നെ ലാസ്റ്റ് ഡെക്കറേഷൻ ഇടുകയുള്ളൂ. നിന്റെ ഇടയ്ക്കോടെ ഒന്ന് കടിക്കണ്ട, ഇടയ്ക്കൊക്കെ ഇതിന് വേണ്ടി. പോരെ? മതി. ഇനി പൊടിക്ക പോലെ റൈസ് ഇടാം, എന്നിട്ട് സ്വല്പം ബീഫും കൂടെ ഇരിക്കണം അതിന്റെ മീതെ അങ്ങ് വെതറ അല്ലേ? നല്ല സ്മെല്ല ബീഫിന്റെ. ബീഫ് റോസ്റ്റിന്റെ പ്രത്യേക സ്മെല്ല അല്ലേ? അത് ബീഫിന്റെ നല്ല പോർഷൻ ആയതുകൊണ്ട്, സ്ഥിരം നമ്മൾ മേടിക്കുന്നിടത്തുനിന്ന് ആയതുകൊണ്ട് നല്ല പോർഷൻ കിട്ടും. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ഉണിയനും കൂടെ മീതെ ഇട്ടേച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. ഇത് മീഡിയത്തില ഓൺ ചെയ്യട്ടെ. ഇനിയിപ്പോ നമ്മള് നെയ്യ് ചേർക്കണ്ടല്ലോ, വേണ്ട. അടിയിൽ നെയ്യ് ഇട്ടിട്ടുണ്ട്, ഈ ബീഫിൽ നെയ്യുണ്ട്. സാധാരണ നെയ്യില്ലാത്ത ബീഫാണെങ്കിൽ നമുക്ക് മീതെ കൂടെ സ്വല്പം എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ചേർത്ത് കൊടുക്കണില്ല, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നെയ്മയാവും. അത് മതി. ഒന്ന് ചൂടായി ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് അങ്ങനെ നമ്മുടെ ഞാൻ ഇതെല്ലാം ബീഫും ഒണിയനും എല്ലാ ഇൻഗ്രീഡിയൻസും റൈസും ഒക്കെ ഇട്ട് ഒരു 3 മിനിറ്റ് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി സെറ്റായി. ഇപ്പൊ നല്ല ചൂടുണ്ട്. ഇനി ഞാൻ എന്നാന്ന് വെച്ചാൽ ഇതിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തില്ല, കാരണം നമ്മൾ കഴിക്കാൻ ഒരു 20-30 അരമണിക്കൂറോളം കഷ്ടിയെടുക്കും. 1 മണി ആവണേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഒരു കാസറോളിലേക്ക് ഇത് ആ കാസറോള് നിറയണത് നമുക്ക് കോരി എടുത്ത് വെച്ച് അതിൽ ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ കാസറോള് അടച്ചു വെച്ചാൽ പിന്നെ ഫ്രഷ് ചൂടായിട്ടിരുന്നോളൂല്ലോ. ഞാൻ കോരി വാട്ടോ. നല്ല ആവി പറക്കും. നല്ല ആവി. ഇത് റോസ്റ്റിന്റെ സ്മെല്ലുണ്ട്. ഇത് ബീഫ് റോസ്റ്റിന്റെ. അത് ബീഫ് പാകം നെയ്യൊക്കെ ആയതുകൊണ്ട് ഇതിന് പറഞ്ഞ് പാകം നെയ്യാ മേടിച്ചത്. അധികം നെയ്യ് വേണ്ടാന്ന് അപ്പൊ പറഞ്ഞു. അപ്പൊ കറക്റ്റ് ഇതായിരുന്നത്. സ്ഥിരം എടുക്കണമെന്ന് അവർക്ക് അറിയാതെ. ഇത് നെയ്യൊന്നും വേണ്ടല്ലോ? വേണ്ട. ഞാൻ പറഞ്ഞില്ലേ നെയ്യ് ഒരുപാടാവും. നെയ്യ് ചേർക്കാം. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒണിയനും പിന്നെ കാഷ്യൂം ഡ്രൈ ഗ്രേപ്പ് ഉണ്ട്. അത് എല്ലാം നെയ്യിൽ മൂപ്പിച്ചേട്ടോ. ഒണിയൻ നെയ്യിലല്ല കേട്ടോ, സാധാരണ വെളിച്ചെണ്ണയില്. ഇത് നെയ്യിൽ മൂപ്പിച്ചത്. ഇങ്ങനെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് പട അധികം എടുക്കണ്ട. കാസറോൾ അടയ്ക്കാം, വേഗം എടുത്തോ. അകത്ത് പോയാൽ പിന്നെ കഷ്ടി അരമണിക്കൂറും കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ്. അടിപൊളി. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി കാസറോളിൽ തുറക്കാൻ പോവാണ്. ഞാനാ തുറക്കണേ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഹാ, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ആവി പറക്കണം. അതെ, ചൂടാറിയാ കൊള്ളൂല. അതുകൊണ്ട് നമ്മൾ ഇട്ട് വെച്ചതല്ലേ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂറോളായി. ഇതാണ് നമ്മുടെ ബീഫ് ബിരിയാണി. ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്യാൻ തുടങ്ങും ബീഫ് ബിരിയാണി. ഒരു സൈഡിൽ നിന്ന് എടുക്കണം. വീഡിയോ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും അറിയാം. അത്രയും ബ്യൂട്ടിഫുൾ ഒരു ടേസ്റ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ബിരിയാണിയും വെജിറ്റബിൾ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ബീഫ് ബിരിയാണിയും കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ല സൂപ്പർ ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് വരുന്ന നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ടു അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ വീഡിയോസിന്റെ പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പൊ വേഗം തന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുവരേക്കും ബൈ ബൈ.